പക്ഷേ എനിക്ക് തോന്നുന്നേ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സ്വാഭാവികമായ ഒരു ഡൗട്ടാണ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും കുറച്ച് ബസ് വേർഡ്സ് ഉണ്ട് ഇപ്പം നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേഷൻ, ഡിജിറ്റലൈസേഷൻ, ഇങ്ങനെ കുറേ കുറേ ബസ് വേർഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക, എന്താണ് ഓട്ടോമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, എക്സാക്ട്ലി. അതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയ ഓട്ടോമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ജീവിതശൈലി കുറച്ചുകൂടി എളുപ്പം എങ്ങനെ ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ളൊരു സഹായം മാത്രമാണ് ഈ ഓട്ടോമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ വീടിനകത്ത് നമ്മളിവിടെ വീട്ടിനകത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീടിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ ഓട്ടോമേഷൻ ചെയ്യുന്നത്. അല്ല, അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നത് അവർ അല്ലെങ്കിൽ അതിനൊരു CCTV വെച്ചാൽ പോരെ, അതിനൊരു ഫുൾ സ്കെയിൽ ഓട്ടോമേഷൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. എനിക്ക് തോന്നുന്നു അപ്പം അതിന് കുറച്ചും കൂടി ഒന്ന് ലൈക്ക് നമ്മൾ ആൾക്കാർ എന്താണെന്ന് ധ്യാനമല്ലാതെ തന്നെ CCTV വെക്കുന്ന ഔട്ട് സൈഡ് ആയിട്ടാണ് വെക്കുന്നുണ്ടാവുക. പെരിമീറ്ററുകളിൽ ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യാന്നുള്ളത് നമുക്കൊരു ഓപ്ഷനാണ്. പക്ഷെ വീടിനകത്ത് CCTV കാര്യങ്ങളായാലും വെക്കില്ല. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞുള്ളെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഓട്ടോമേഷൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ എനർജി അല്ലെങ്കിൽ ലൈറ്റുകൾ അല്ലെങ്കിൽ AC, അതിൻ്റെ ടെമ്പറേച്ചറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിൻ്റെ എന്തൊക്കെ ലൈറ്റ് വല്ലതും കത്തി നിൽക്കുന്നുണ്ടോ, ഓഫ് ആയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റണത് നമുക്ക് ഓട്ടോമേഷനിൽ കൂടി അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ലൈറ്റിൻ്റെ കേസ് പറഞ്ഞു. ലൈറ്റിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഓട്ടോമേഷനിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട് ഉണ്ട്. അതിപ്പോൾ ഞാനൊരു ഗൂഗിൾ അലക്സ അല്ലെങ്കിൽ ഒരു നെസ്റ്റ് ഹോം വെറുതെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം കിട്ടില്ലേ എന്നുള്ളതാണ്. ചില നമുക്ക് ഇതേപോലെ റെഡി ടു മെയ്ഡ് ആയിട്ടുള്ള കുറെ ലൈറ്റ്സ്, സ്മാർട്ട് ബൾബുകളൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊക്കെ വൈഫൈ കണക്റ്റഡ് ഡിവൈസസ് ആണ്. അതൊക്കെ നമുക്ക് പറയുന്ന പോലെ നമ്മളിപ്പോൾ ഒരു റൂമിനകത്ത് നിന്ന്, ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടിനകത്ത് ഒരു മോഡം വെച്ചെന്ന് ചോദിക്കാം, നമുക്ക് ചില റൂമുകളിലേക്ക് നമുക്കത് ആക്സസ് കിട്ടില്ല, നമ്മുടെ റേഞ്ചിന്റെ പ്രശ്നം വരും. ചില സമയത്ത് നമ്മൾ യൂട്യൂബ് വീഡിയോസ് പോലെ കാണുമ്പോൾ തന്നെ നമുക്ക് ചില സമയത്ത് റേഞ്ച് കട്ടിങ് വരും, വീഡിയോ സ്ലോ ആവും, അങ്ങനെ പ്രശ്നങ്ങൾ വരും. അതേപോലെ തന്നെയാണ് ഈ ബൾബിനും. എല്ലാം ഈ ഡാറ്റയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിച്ച സമയത്ത് ഓൺ ആക്കാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബൾബ് ഓൺ ആവണമെന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമുക്കതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 ആക്സസ് പോയിന്റ്സോ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സാധനങ്ങളോ മോഡമോ എന്തെങ്കിലും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒരു ഓപ്ഷനാണ്. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചും ആൾക്കാരുടെ ഇതനുസരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ബഡ്ജറ്റാണ് അപ്പം ഞാൻ ചെയ്യണത്. അപ്പം ഇപ്പം എനിക്കറിയാവുന്നത് ഇപ്പം ലൂട്രോൺ നല്ലൊരു ബ്രാൻഡാണ്. ലൂട്രോൺ പറയുകയാണെങ്കിൽ അവരുടെ ലൈറ്റിംഗ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡും ആണ്. അതോടൊപ്പം തന്നെ വളരെ പ്രീമിയം ഫീലുള്ള പ്രോഡക്ട്സ് ആണ് ലൂട്രോൺ ചെയ്യുന്നത്. അപ്പം ഒരു കസ്റ്റമർ ഫോക്കസ് ചെയ്യുമ്പം ഓക്കെ, ലൂട്രോണിൻ്റെ ലൈറ്റ് ഉണ്ട്, എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ലൈറ്റാണ് കിട്ടുന്നത്, വെളിച്ചം കിട്ടുന്നുണ്ട്. ഞാനിപ്പം അലക്സ ടേൺ ഓൺ ദ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉള്ളൊരു സിസ്റ്റത്തിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയലല്ല, ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർ ഓട്ടോമേഷൻ ബ്രാൻഡിലോട്ട് പോകുമ്പോഴുള്ള ഡിഫറൻസ് മേജറായിട്ട് എന്താണ്? നമുക്ക് ലൂട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ഒരു 10 years വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മെയിൻ ഫാക്ടറാണ് ശരിക്കും പറഞ്ഞാൽ വാറണ്ടി. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ നോക്കുന്നത് മെയിനായിട്ട് വാറണ്ടി തന്നെയാണ്. നമുക്ക് ഈ വീട്ടിലകത്ത് ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാള് അത് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് മെയിൻ കൺസേൺ, ഫസ്റ്റ് കൺസേൺ. രണ്ടാമത് സെക്യൂരിറ്റി ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. സാധാരണ ഈ വയർലെസ് ഡിവൈസസ് ഒക്കെ എന്നുള്ളതൊരു ചൈനീസ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയണല്ല, ചൈനീസ് കുറേ സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ വൈറ്റ് ലേബിൾ ചെയ്തിട്ട് വരുന്ന സാധനങ്ങളാണ് മൊത്തം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ബ്രീച്ച് കുറച്ചുകൂടി എളുപ്പം ഇങ്ങനത്തെ ഡിവൈസസ് ആയിരിക്കും. ലൂട്രോൺ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ എൻഡ് ബ്രാൻഡുകളൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സെക്യൂരിറ്റി കുറച്ചുകൂടി പ്രോപ്പർ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ഒരു ബ്രീച്ച് സംഭവിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് നമ്മുടെ വീട് കൺട്രോൾ ചെയ്യാനോ അതിന് കുറച്ചുകൂടി ലിമിറ്റേഷൻസ് ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. ഈ കേസസ് വരുമ്പോൾ നമുക്കതിൻ്റെ ഈ അലക്സ പോലെയുള്ള സ്മാർട്ട് ബൾബുകൾ, സ്മാർട്ട് ഡിവൈസസ് വരുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി വീക്ക് ആയിരിക്കും. പെട്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് വേണമെങ്കിൽ വല്ലവർക്കും വന്ന് ലൈറ്റ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ചെയ്യുന്നല്ല, അങ്ങനെയുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഒരു മേജർ ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രീമിയം ഫീലും ടച്ചും ലുക്കും അതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം സാധനങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ള പ്രൊഡക്ട്സിനൊന്നും നമ്മള് ഫീൽ കിട്ടില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു കമ്പാരിസൺ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളൊരു ലോ ബഡ്ജറ്റ് മൊബൈൽ ഫോണും ഒരു ഹൈ എൻഡ് ബഡ്ജറ്റ് മൊബൈൽ ഫോണും പറയുമ്പോൾ ലൈക്ക് ഫ്രം ആൻ ആപ്ലിക്കേഷൻ പെർസ്പെക്റ്റീവ് രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ
ഫ്രം എ ഫീൽ പെർസ്പെക്റ്റീവ് അതാണല്ലോ എല്ലാവരും മേജറായിട്ട് നോക്കുന്ന കാര്യം. ഈ ഫീൽ പെർസ്പെക്റ്റീവിൽ കുറച്ച് ബെറ്റർ നമ്മുടെ ഇങ്ങനത്തെ പ്രീമിയം ബ്രാൻഡ്സ് തന്നെയാണ്.